ശ്രീരാജഗോപാൽ, ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വിവരങ്ങൾ നോക്കൂ. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ 2 കേസുകളിലും 2 എഫ്ഐആറിലും ഇനിയും അറസ്റ്റ് ഉണ്ടാകാനിരിക്കുന്നു എന്ന് കൂടിയാണ് വ്യക്തമാകുന്നത്. 3 അറസ്റ്റ് കട്ടിളപ്പാളി കേസിൽ, ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ, രണ്ടാമത്തേത് കട്ടിളപ്പാളി കേസിൽ 2 അറസ്റ്റ് കൂടിയെന്ന്. അപ്പോൾ ഇനിയും അറസ്റ്റുകളിലേക്ക് നീങ്ങുന്നു, ചിലർ പ്രധാന പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ ഘട്ടത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? സ്മൃതി, ഇത് നേരത്തെ തന്നെ ഒരു നിരീക്ഷണത്തിലെ കോടതിയുടെ നേരത്തെ വന്ന ഒരു ഉത്തരവിലും ഇത്തരം ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ഈ 2 എഫ്ഐആറിലും കൂടെ 5 പേരുടെ അതിന്റെ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ആ 5 പേരിൽ ഒരു പക്ഷേ 2 പേരെ ഒഴിവാക്കി കാണാം. അതുകൊണ്ടായിരിക്കും ഇന്ന് കൃത്യമായിട്ട് ഇപ്പൊ നമ്മളിതിന്റെ ഉത്തരവിന്റെ ഇടക്കാല ഉത്തരവിന്റെ അവസാന പേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 3 പേരെയാണ് അടുത്ത അറസ്റ്റിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സംശയിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ദേവസ്വം ബോർഡ്, ശ്രീ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡ് ബെഞ്ചിലുള്ള 2 പേര്, അതേപോലെ തന്നെ ദേവസ്വം സെക്രട്ടറി ജയശ്രീ, ഈ 3 പേരിൽ ഒരാളെ ചോദ്യം ചെയ്തിട്ടില്ല, ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അത് അങ്ങനെ ആകുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി പൂർത്തിയാകും. അവിടെ കൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിലെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട 19 മുതൽ 25 വരെയുള്ള ബോർഡിന്റെ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ റോളുകൾ അവിടെ പൂർത്തിയാകുന്നുണ്ട്. പിന്നീട് അത് രാഷ്ട്രീയക്കാരിലേക്കാണ് വരേണ്ടത്. രാഷ്ട്രീയ കക്ഷികളിൽ ഉള്ള അത് ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകളിലേക്ക്. ദേവസ്വം മന്ത്രി ഒരു തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്, ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ഒരു തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിഞ്ഞുകൂടാ SITയുടെ നീക്കം ഇനി എന്താണെന്നുള്ളത്. ഈ ഉത്തരവുകൾ വരുമ്പോഴും അല്ലെ SITയുടെ നീക്കം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മുമ്പ് സ്മൃതി ചോദിച്ചിരുന്നല്ലോ, ഈ കേസിനെ, അതായത് ശബരിമലയിലെ കൊടിമരം മാറ്റിയ കേസിനെ സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നല്ലോ. അങ്ങനെ മാറ്റാൻ പറ്റുമെന്നാണ് എന്റെ ഒരു തീരുമാനം, എന്റെ ഒരു ഊഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം വിജിലൻസ് കൂടെ റിപ്പോർട്ടുകൾ കൊടുക്കാറുണ്ട്. അവരിപ്പോൾ 6 മാസത്തിലൊരിക്കൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ പല റിപ്പോർട്ടുകളും കൃത്യമായ സമയത്ത് അതിന്മേൽ ആക്ഷൻ ഉണ്ടാകുന്നില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസം ഒരു ഉത്തരവ് വന്നല്ലോ, ഈ ദേവസ്വം ബെഞ്ചിൽ നിന്ന് തന്നെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. നിങ്ങളൊരു 3 മാസത്തിനകം ഇത്തരം റിപ്പോർട്ടുകൾ തരണം. തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് പരിശോധിക്കാം, ദേവസ്വം ബോർഡ് പരിശോധിച്ചിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാം. അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ ഇത് ഏറ്റുമാനൂർ അമ്പലത്തിലെ കൊടിമരം മാറ്റിയത് സംബന്ധിച്ചും ശബരിമലയിലെ കൊടിമരം മാറ്റിയത് സംബന്ധിച്ചൊക്കെയുള്ള ചില പരാമർശങ്ങൾ ഇതിനകത്തിലുണ്ടാകും. ആ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദേവസ്വം ബെഞ്ച് അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് വന്ന ഇന്നത്തെ ചേർക്കാവുന്നതാണെങ്കിൽ ശ്രീ രാജഗോപാൽ, അങ്ങനെയെങ്കിൽ SIT തന്നെ അത് അന്വേഷിക്കണം എന്ന് പറയേണ്ടതല്ലേ? SIT അന്വേഷിക്കാൻ പാകത്തുള്ള ഗൗരവം കണ്ടിട്ടില്ല എന്ന് വിലയിരുത്തേണ്ടതുണ്ടോ അതിപ്പോൾ വിജിലൻസിനെ ഏൽപ്പിക്കുമ്പോൾ? അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുത്തിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ 2 എഫ്ഐആറിലുള്ള അന്വേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ വരികയാണെങ്കിൽ 3ാമത്തെ എഫ്ഐആർ ആയിട്ടാണ് ഇത് വരേണ്ടത്. 3ാമത്തെ എഫ്ഐആർ ആയിട്ട് കൂടുതൽ ആളുകൾ പ്രതിപട്ടികയിലേക്ക് വരേണ്ട കേസാണ്, അല്ലെ സംശയത്തിന്റെ നേരിലേക്ക് വരേണ്ട കേസാണ്. അതുകൊണ്ടായിരിക്കാം പ്രാഥമികമായിട്ട് വിജിലൻസ് ഒന്ന് അന്വേഷിക്കട്ടെ. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ചിലപ്പോൾ കോടതിയുടെ മുമ്പാകെ ഉണ്ടാകും. അതിന് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി വരുത്തുന്നതിനായിട്ട് വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നതായിരിക്കും. SIT നേരത്തെ തന്നെ ഈ ജനുവരി 19 തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. SIT പ്രാഥമിക ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അപ്പോഴാണ് ഇതിപ്പോൾ അത് ദേവസ്വം വിജിലൻസിന് കൈമാറുന്നത്. അപ്പോൾ SITക്ക് എല്ലാം കൂടി ഭാരമാകുമെന്നുകൊണ്ടായിരിക്കാം, അല്ലേ? അങ്ങനെയും വരാം. കാരണം ഇപ്പൊ തന്നെ അന്വേഷണം ചെതറിപ്പോകുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അവരുടെ പേരിൽ നിൽക്കുന്നുണ്ട്. കോടതി എന്തെല്ലാം പറഞ്ഞു, ഞങ്ങൾ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറഞ്ഞു ഞങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നതാണ് എന്ന് വരെ പറഞ്ഞിട്ടും സംശയങ്ങൾ നിലനിൽക്കുകയാണ്, പലയിടത്തേക്ക് ചെതറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പക്ഷെങ്കിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ സംസ്ഥാന വിജിലൻസ് തന്നെ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നത്. അവരുടെ 30 ദിവസത്തിനകം റിപ്പോർട്ട് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും ആ ദേവസ്വം ബെഞ്ചിന്റെ കരുതലും നോക്കുക സ്മൃതി. അവർ പറഞ്ഞത് എങ്ങനെയാണ്, വീണ്ടും പാളികൾ എടുക്കണം, സ്വർണ്ണപ്പാളികളെ അവിടെ നിന്ന് എടുക്കണമെന്നാണ് പറഞ്ഞത്. ശബരിമല സന്നിധാനത്ത് എടുക്കുന്നതിന്റെ കൊടുത്ത ഡേറ്റ് നോക്കുക, 12 എന്നാണ്. 12-ാം തീയതി എന്നാണ്. 12-ാം തീയതി എന്ന് പറഞ്ഞാൽ 13-ാം തീയതി കുംഭമാസം 1-ാം തീയതിയാണ്, അല്ലേ? കുംഭമാസം 1-ാം തീയതിയാണ്. അതിന്റെ മാസപൂജയ്ക്ക് വേണ്ടി ശബരിമല അന്നാണ് തുറക്കുന്നത്. അതിന്റെ തലേദിവസം തുറക്കും. തലേദിവസം വൈകുന്നേരം 5 മണിക്കാണ് നട തുറക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ചൊരു ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ അവരുടെ വിശ്വാസത്തെ കൂടെ സംരക്ഷിച്ചുകൊണ്ടാണ് കോടതി അത് എത്ര കെയർ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് അതിനകത്തിൽ തോന്നുന്നത്.
പിന്നെ മറ്റൊരു കാര്യം അവരെടുത്ത് പറഞ്ഞത് ഈ പറഞ്ഞ 19 മുതൽ 25 വരെയുള്ള ഈ കോൾ ലിസ്റ്റുകൾ പരിശോധിക്കണം എന്നൊരു ഉത്തരവിനകത്ത് വരുന്നുണ്ട്. അവരുടെ എല്ലാം ഇതിനകത്ത് പെട്ടിരിക്കുന്ന ആളുകളെ പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുന്നവരുടെ കോൾ ലിസ്റ്റുകൾ പരിശോധിക്കണം. അതിന് എത്ര കണ്ട സാധ്യതയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ സർവീസ് പ്രൊവൈഡർമാരുടെ അതിനൊക്കെ രേഖകൾ ഉണ്ടാകുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ 2-3 നിരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കൊടിമരത്തെ സംബന്ധിച്ച് നിങ്ങൾ മുമ്പേ പറഞ്ഞപ്പോഴും അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് കമ്മീഷൻ ശരിയാണ്, ഹൈക്കോടതി ബഹുമാനപ്പെട്ട അന്നത്തെ ബെഞ്ച് നിയോഗിച്ച ഒരു കമ്മീഷണറാണ്. പക്ഷെ അത് അഡ്വക്കേറ്റ് കമ്മീഷണർ മാത്രമാണ്, അതേ ഒരു നിരീക്ഷകനാണ്. നിരീക്ഷകന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച ശേഷം കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഇന്റർഫിയൻസ് ഇടപെടാനുള്ള ഒരു അധികാരം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ സാന്നിധ്യം അവിടെയുണ്ടല്ലോ. ഈ പറഞ്ഞ കൊടിമരം ഇറക്കുമ്പോൾ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോഴും അവിടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പുനഃപ്രതിഷ്ഠ വേണോ എന്ന് തീരുമാനിക്കുന്നതിൽ കൂടി ഈ അഡ്വക്കേറ്റ് കമ്മീഷന് റോളുണ്ട്. അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ വേണമെങ്കിൽ ആ റോൾ എടുക്കാൻ ശരിക്കും യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് കമ്മീഷന് സാധ്യമല്ലേ? അതത് സമയങ്ങളിൽ കോടതി അറിയിക്കുന്നു, ഈ പറഞ്ഞ ചട്ടവിരുദ്ധമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന കുഴപ്പങ്ങളില്ല, അവിടെ കേടുപാടുകളില്ലാതെ തന്നെ പുനഃപ്രതിഷ്ഠ നടത്താനുള്ള ശ്രമമാണോ, ഇതൊക്കെ നിരീക്ഷിക്കാൻ കൂടിയാണല്ലോ അഡ്വക്കേറ്റ് കമ്മീഷനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ മൗനമായി അവിടെ നിന്ന് നോക്കി അപ്പുറത്ത് പോയി കോടതിയിൽ പറയുക എന്നുള്ളതല്ലല്ലോ. അല്ല, അദ്ദേഹത്തിന് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തിലൊന്നും അല്ല കുറ്റം പറയുകയല്ല. പക്ഷെ മറ്റൊരാൾ അവിടെ ഉണ്ട്. ഈ സമയത്ത് മറ്റൊരാൾ അവിടെ ഉണ്ടല്ലോ, ശബരിമലയിലുണ്ട്. അതെന്ന് പറയുന്നത് ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് അവിടെ, ഇല്ലേ? അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്. ജില്ലാ ജഡ്ജിയുടെ അധികാരത്തോടു കൂടി ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്. അദ്ദേഹം എന്താണ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിനാണ് ചെല്ലേണ്ടത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആകെ കൂടി അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ചില ആളുകളൊക്കെ ചില ന്യായീകരണങ്ങളൊക്കെ പറയുന്നത്. ഇത് കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. കൊടിമരത്തിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞത് ശരിയാണ്. ഒരു സ്പോൺസറുണ്ട്, 3.25 കോടി രൂപയുടെ അവിടുത്തെ കൊടിമരം സ്വർണം പൊതിയുന്നതിനായിട്ട്, സ്വർണം പൂശുന്നതിനായിട്ട്, അതായത് കൊടിമരം മാറ്റി സ്ഥാപിച്ച കഥയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് ഞാനത് ചുരുക്കി പറയുകയാണ്. ആ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന സ്പോൺസറാണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. അതിന് സ്വർണം പൂശുന്ന കാര്യത്തിലായിട്ട്. പക്ഷെ അവിടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. ഈ കൊടിമരത്തിന്റെ ഈ പറകളൊക്കെ സ്വർണം പൂശിയത് പമ്പയിൽ കൊണ്ടുപോയിട്ടാണ് ഇതിന്റെ പണികളെല്ലാം തീർത്തിരിക്കുന്നത്. അതിന് ഈ പറഞ്ഞതുപോലെ സ്പോൺസർ, ഹൈദരാബാദിലെ ആന്ധ്രയിലെ സ്പോൺസറാണ് പണം മുടക്കിയിരിക്കുന്നത്. അവരുടെ പണം പൂർണ്ണമായിട്ട് 3.25 കോടി രൂപ ഉപയോഗിച്ചു. ബാക്കി പറഞ്ഞ 16 ലക്ഷം രൂപ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നാണ് ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ഭാരവാഹികളുടെ ചില വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇത് കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വസ്തു ഉണ്ട് അവിടെ, ഇല്ലേ? വാജിവാഹനം ഉണ്ട് അവിടെ. ആ വാജിവാഹനത്തിന് ഇപ്പോഴത്തെ തൂക്കം പറയുന്നത് 1.5 കിലോയാണ്. 1.5 കിലോ പഞ്ചലോഹമാണ്. അതിനകത്ത് സ്വർണ്ണമുണ്ട്, ചെമ്പുണ്ട്, അങ്ങനെ പഞ്ചലോഹത്തിൽ തീർത്തിരിക്കുന്നതാണത്. അതതിന്റെ മുകളിലുണ്ട്. അതെവിടെ വെച്ചാണ് പടിഞ്ഞത്? അവിടെയാണ് സംശയങ്ങൾ വരുന്നത്. മുമ്പേ ആദ്യത്തെ ചില റിപ്പോർട്ടുകളിൽ വന്നതുപോലെ ഒരുപാട് ഭക്തജനങ്ങൾ ദേവസ്വം ബോർഡിന്റെ കുറച്ച് ചെമ്പെടുത്തിട്ടുണ്ട്, സ്വർണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഭക്തജനങ്ങൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അന്നത്തെ റിപ്പോർട്ട് പ്രകാരം, ഞാൻ കുറച്ച് അന്നത്തെ റിപ്പോർട്ടുകൾ കണ്ടതാണ്, സുരേഷ് ഗോപി അടക്കമുള്ള ഒരുപാട് ഭക്തന്മാർ സംഭാവന കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കണക്കുകൾ എടുക്കണം. ഇത് സംബന്ധിച്ച് ഈ ഭക്തന്മാരിൽ നിന്ന് എത്ര സ്വർണം കിട്ടിയിട്ടുണ്ട്, എത്ര രൂപ അവരുടെ ഇതിനു വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, ഇതൊക്കെ പരിശോധിക്കേണ്ടി വരും. അവരുടെ മൊഴിയെടുക്കണമെന്നുമാണ് പറയുന്നത്. അതിലാണ് കോടതി, എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് ഇന്ന് സംശയം പ്രകടിപ്പിക്കുന്ന അതിലാണെന്നാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വിശദമായിട്ട് അന്വേഷിക്കണമെന്ന് പറയുന്നത്. അതും പുറത്താണ് ചെയ്തിരിക്കുന്നത്. വാജിവാഹനം നിർമ്മിച്ചതും പുറത്താണ്, സന്നിധാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് 30 ദിവസത്തേക്ക് അന്വേഷണമൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ആളുകളെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും ഇതിനകത്തിൽ, അല്ലെ മൊഴിയെടുക്കേണ്ടി വരും. കുറഞ്ഞ പക്ഷെ അവരുടെ എല്ലാം മൊഴിയെടുക്കേണ്ടി വരും. ഈ രേഖകളൊക്കെ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അറിയിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായല്ലോ 2025 നടക്കുമ്പോൾ. അങ്ങനെയാണല്ലോ ഇതിലേക്ക് മുഴുവൻ അന്വേഷണത്തിലേക്കൊക്കെ വഴി തെളിച്ചത്. 2025 അങ്ങനെയല്ലേ സംഭവിച്ചത്? കോടതിയെ കൃത്യമായി അറിയിക്കുന്നു. ഈ പറഞ്ഞ സ്പെഷ്യൽ കമ്മീഷണറല്ലേ അറിയിച്ചിരിക്കുന്നത് കോടതിയെ. അപ്പോൾ ആ രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നു. അത് 2017 പ്രവർത്തിച്ചിട്ടില്ല അല്ലേ? അത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അറിഞ്ഞിട്ടില്ല സ്മൃതി. കാരണം ഈ 2025 സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹം കോടതിയെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു. എന്നെ ഇരുട്ടിൽ നിർത്തി, അല്ലെ ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇവർ ഈ ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ ഇളക്കിക്കൊണ്ട് പോയ സമയത്ത്, താങ്ങ് വീടമൊക്കെ എടുത്തുകൊണ്ട് പോയ സമയത്ത് ഞാനൊന്നും അറിഞ്ഞില്ല.
എന്നെ പൂർണ്ണമായിട്ട് ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ് ചെല്ലുന്നത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബെഞ്ച് കേസിലേക്ക് ഇടപെടുന്നത്. അന്നേരം അവർ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് പല കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ ഒപ്പ് വന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ ഒപ്പ് വരാതാണ് തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് മുമ്പുണ്ടായിരുന്ന കമ്മീഷണർ, കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയാൽ അതിന്റെ പണി നടക്കുന്ന സമയത്തുള്ള കമ്മീഷണർ, സ്പെഷ്യൽ കമ്മീഷണർ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. നമുക്കറിഞ്ഞുകൂടാ. ഇതുവരെ അത്തരം റിപ്പോർട്ടുകളൊന്നും പുറത്തു വരാത്തിടത്തോളം കാലം നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത് ജില്ലാ ജഡ്ജിയുടെ പവറുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്, സ്പെഷ്യൽ കമ്മീഷണർമാരെന്ന് പറയുന്നത്. വലിയ ഉത്തരവാദിത്വം ഉണ്ട് അവർക്ക്. മറ്റേത് അഡ്വക്കേറ്റ് കമ്മീഷണറാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെയ്തതെന്ന് പറയുന്നത്. പക്ഷേ എന്റെ ഒരു സംശയം, ഇതിപ്പോൾ കോടതി ഈ കാര്യം കൂടി അതിൽ കൂടി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ കോടതിക്ക് പരിശോധിക്കാവുന്ന കാര്യമല്ലേ? 2017 അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ വേഗത്തിൽ പരിശോധിക്കാവുന്നല്ലേ? അങ്ങനെയെങ്കിൽ അതുകൂടി ചേർന്നൊരു പരാമർശം ഉണ്ടാകേണ്ടതല്ലേ? ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സ്മൃതി. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലത്. ഈ കൊടിമരത്തിന്റെ വെച്ചാൽ നമ്മൾ കാണുന്ന പോലെ സ്വാഭാവിക കാര്യമല്ല. ഇതിന് ഒരുപാട് ബാക്ക് ഫയൽസ് പിന്നെ എടുക്കേണ്ടി വരും. പിന്നീട് നമ്മൾ പുറമോട്ട് ഇറങ്ങേണ്ടി വരും. അതായത് 2011-12 പോകേണ്ടി വരും. ഈ കൊടിമരം പണിയാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ദേവപ്രശ്നമാണ്. 2014 നടന്ന ദേവപ്രശ്നത്തെ തുടർന്നാണ് ഈ കൊടിമരത്തിന് കുഴപ്പമുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചത്. അവിടുന്ന് അതിന് ആധാരമാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 വീണ്ടും 2012 പോകേണ്ടി വരും. 2012 അനധികൃതമായിട്ട് ആരോ സ്പോൺസർ കയറിയിട്ട് കൊടിമരത്തേല് ലേപനം നടത്തിയെന്നാണ്. അങ്ങനെയാണ് ആ ദേവപ്രശ്നത്തിൽ വരുന്നത്. അത് പെയിന്റ് അടിച്ചു. ശബരിമലയിൽ 7 മീറ്റർ പൊക്കമുള്ള കൊടിമരത്തെ കയറി ആരോ പെയിന്റ് അടിച്ചേച്ചു പോയി എന്നാണ്. അതാണ് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിട്ട്. നമ്മൾ ഇതിന്റെ ചരിത്രം പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ ഞാനത് സംസാരിക്കാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ ഇതിനകത്ത് വേണ്ടി വരും. ഒരുപാട് അന്വേഷണങ്ങൾ വേണ്ടി വരും. 14 അല്ല 11 12 നമ്മൾ കാണുന്ന ഒരു തടസ്സം എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.